ഡോക്ടർ കൈ മലർത്തിയ പോലെയാണ് സംസാരിച്ചത്. ഞാനാണെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു നോക്കി. തലേന്ന് രാത്രി അവന് ഏറ്റവും ഇഷ്ടമുള്ള ആ കിടക്കയിലാണ് കിടത്തിയത്. അല്ലെങ്കിൽ വീട്ടുകാരവിടെ കിടത്താൻ അനുവദിക്കൂല. തലേന്ന് കരുതിയ പോലെ തന്നെ രാവിലെ അവനെയും കൊണ്ട് മൃഗാശുപത്രിയിൽ പോയി ബൈക്കിൽ ഒരു പെട്ടിയിലൊരു പുതപ്പും പൊതിച്ചാ കൊണ്ടുപോയത്. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും അവൻ നടത്തിയ ഒരു ബൈക്ക് യാത്രയായിരിക്കും അത്. അവിടെ എത്തിയതിന് ശേഷം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രശ്നമാണ്, റിസ്ക്കാണ്, എന്നാലും കുറച്ച് സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞു. 2 ഇഞ്ചക്ഷനൊക്കെ അടിച്ചപ്പോൾ എനിക്ക് ഉള്ളിലൊരു ചെറിയ കോൺഫിഡൻസ് വന്നു. പിന്നെ ഒരു 25 രൂപയാണ് നമ്മൾ മൃഗാശുപത്രിയിൽ കൊടുക്കേണ്ടി വരിക. അതൊരു ഗവൺമെൻറ് ഫീ ആയിട്ടാണ് അതവിടെ കൊടുക്കുക. മരുന്ന് പുറത്തു നിന്നായിരുന്നു എഴുതിയത്. വിറ്റമിൻ്റെ ഏതോ ഒരു തുള്ളി മരുന്നും മറ്റൊരു തുള്ളി മരുന്നും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാനെന്തായാലും പുറത്തൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആ തുള്ളി മരുന്നുകൾ മേടിച്ചു. ശേഷം അവനെയും കൊണ്ട് വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തി അവന് മരുന്ന് കുടിപ്പിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും മരുന്നും വെള്ളവും നല്ലോണം കൊടുത്തിരുന്നു. ഞാൻ പോകുമ്പോൾ അവൻ ആ കിടത്തമാണ് കിടത്തിയിരുന്നത്. തിരിച്ചു വരുമ്പോഴും അതേപോലെയാണ്. പക്ഷേ അനക്കമൊന്നുമില്ല. ഇത് അവൻ്റെ മക്കളാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇവരെ വളർത്തണം.